2% ജനുവരിയിലെ ഡി എ മുൻകാല പ്രാബല്യം, ഡി എയുടെ ക്രമപ്പെടുത്തൽ, ഡി എ അരിയറിൻ്റെ ക്രമപ്പെടുത്തൽ വലിയ വിസ്മയമാണ് ബഡ്ജറ്റിൽ വരാനിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത്. വാർത്തകൾ ഒരുപാട് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അറിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഈ കഴിഞ്ഞ ജനുവരിയിൽ കൊടുക്കേണ്ടുന്ന 2% ഡി എ ഇപ്രാവശ്യം ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കും. മാത്രമല്ല മുൻകാല പ്രാബല്യം ഉണ്ട് എന്ന് ഉത്തരവുകളിൽ പറയുകയും ചെയ്യും. വളരെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ സർക്കാരിൻ്റെ ഉത്തരവുകളുടെ ഒരു അവ്യക്തത, ആ ഉത്തരവുകളിൽ മുൻകാല പ്രാബല്യത്തെക്കുറിച്ച് പറയുന്നില്ല എന്നൊരു വലിയ അവ്യക്തത ആ ഉത്തരവിലുണ്ടായിരുന്നു. പക്ഷെ അതല്ല, മുൻകാല പ്രാബല്യത്തോടു കൂടി 2% ഡി എ അനുവദിക്കാനുള്ള എല്ലാ സാധ്യതയും, ജനുവരിയിലെ ഡി എ അനുവദിക്കാനും ബാക്കി കുടിശ്ശിക കിടക്കുന്ന 8 പ്രാവശ്യത്തെ ഡി എയും ഡി ആറും ക്രമപ്പെടുത്തുവാനും അത് കൃത്യമായി ഒന്ന് സീരിയലൈസ് ചെയ്യുവാനുമുള്ള ഒരു ശ്രമം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുപോലെ പ്രധാനമാണ് അഷ്യോർഡ് പെൻഷൻ മതിയാക്കിച്ചിട്ട് പങ്കാളിത്ത പെൻഷൻ അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരികയും അതിൽ 60 വയസ്സാണ് പെൻഷൻ പ്രായം, അതിലേക്ക് കോൺട്രിബ്യൂഷൻ, സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ 10% എന്നുള്ളത് 14% ആക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡി ആറിൻ്റെ കാര്യത്തിൽ 2 ഡി ആറ് ഈ ശമ്പള പരിഷ്കരണവുമായും ഡി ആർ കൊടുക്കുന്ന ഒരു പീരീഡിൻ്റെ ഇടയിൽ 2 ഡി ആറ് യഥാർത്ഥത്തിൽ പെൻഷൻകാർക്ക് നഷ്ടമായിട്ടുണ്ട്. അതും കൊടുക്കുന്നതിനുള്ള ഒരു ശ്രമം നടക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നു. അതുപോലെ തന്നെ പെൻഷൻ പ്രായം കൂട്ടുക എന്ന് പറയുന്നത് ധവളപത്രത്തിൽ കേന്ദ്ര സർക്കാരിനെ പോലെ 60 വയസ്സാക്കണമെന്ന്, കാരണം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വാങ്ങുന്നവർ ഇപ്പോൾ 56 അതേസമയം പങ്കാളിത്ത പെൻഷൻകാർ 60. അപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻകാർക്കും 60 ഏകീകരിക്കണം എന്നൊരു നിർദ്ദേശം ഒന്നെങ്കിലും ധവളപത്രം പറഞ്ഞെങ്കിലും അത് ജീവനക്കാർ, സ്റ്റാറ്റ്യൂട്ടറിക്കാർ കൈയടിക്കുന്ന കാര്യമാണെങ്കിലും തൽക്കാലം യുവജനങ്ങളുടെ ഒരു പ്രതിഷേധം വിളിച്ചു വരുത്തണ്ട എന്നാണ്. പക്ഷേ അതിങ്ങനെ കോൾഡ് സ്റ്റോറേജിലുണ്ട്. പല വർഷങ്ങളിൽ പല പ്രാവശ്യം ഇത് പുറത്തു വന്നതാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും വളരെ സജീവമാകുന്നുണ്ട് ആ ചർച്ച. എന്തായാലും 5 വർഷത്തിനിടയിൽ ഈ ഗവൺമെൻറ് ചിലപ്പോൾ അത് ചെയ്യുമോ എന്ന് നമുക്കറിയത്തില്ല. ചിലപ്പോൾ 1-2 വർഷം അങ്ങോട്ട് പോയി കുറേ ജനക്ഷേമകരമായ സാമൂഹ്യപരമായ ഒരുപാട് പ്രോജക്റ്റുകളൊക്കെ നടപ്പിലാക്കിയതിന് ശേഷം വലിയ യുവജനങ്ങളെയും കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ട്, അല്ലെങ്കിൽ അവരെയും കൂടി ഒന്ന് കോൺഫിഡൻസ് ലെവലിൽ എടുത്തുകൊണ്ട് ചിലപ്പോൾ ഇത് നടപ്പിലാക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഇപ്പോൾ അറിയില്ല. ഇപ്പോൾ എന്തായാലും ഈ ബഡ്ജറ്റിൽ അതിനുള്ള സാധ്യത കുറവാണ്. എന്തായാലും ഈ ബഡ്ജറ്റിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വിസ്മയമുണ്ടാകുമെന്ന് അവരുടെ സമ്മേളനങ്ങളിൽ പോയി മുഖ്യമന്ത്രി ആയതിനു ശേഷം വി ഡി സതീശൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും 2% ഡി എ ജനുവരി മാസത്തത് മുൻകാല പ്രാബല്യത്തോടു കൂടി കൊടുക്കാനുള്ള എല്ലാ തീരുമാനമുണ്ടാകും. അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ച പോലെ അഷ്യോർഡ് പെൻഷനിൽ മാറ്റമുണ്ടാകും, പങ്കാളിത്ത പെൻഷൻ തിരിച്ചു കൊണ്ടുവരും. അഷ്യോർഡ് പെൻഷൻ്റെ ചില നല്ല രൂപങ്ങൾ തമിഴ്നാട്ടിലുണ്ട്, പക്ഷേ അതില്ല. അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ്, ഈ പങ്കാളിത്ത പെൻഷൻകാർക്കുള്ള റിട്ടയർമെൻറ്റ് ബെനിഫിറ്റിനെ സംബന്ധിച്ച് കൃത്യമായ നടപടി ഉണ്ടാകും. പിന്നെ ലീവ് സറണ്ടറിന് വലിയൊരു പ്രശ്നമാണ്. ഹൗസിംഗ് ലോൺ ചിലപ്പോൾ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. അങ്ങനെ സർക്കാരുകൾക്ക് കഴിഞ്ഞ സർക്കാർ കൊടുക്കുമെന്ന് പറഞ്ഞെങ്കിലും പല രൂപത്തിലുള്ള തക്കിട തരികിട പല പരിപാടികളും നടന്നെങ്കിലും അതിനെ എല്ലാം മാറ്റി കൃത്യമായ ചില നടപടികൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന് തന്നെയാണ് കേൾക്കുന്നത്. എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ ഇന്ന് 16 തീയതി, നമുക്ക് 17, 18, 19 3 ദിവസം കൂടി ഇന്ന് ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളിയാഴ്ചയാണ് ബഡ്ജറ്റ് വരുന്നത്. നമുക്ക് ഒരുപാട് കാലം കാത്തിരിക്കേണ്ട കാര്യമില്ല. വെള്ളിയാഴ്ച രാവിലെ 9 മണിക്ക് നമുക്ക് അസംബ്ലിയിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കും. ഒരു 10-11 മണിയോടുകൂടി ബഡ്ജറ്റ് ഡോക്യുമെൻ്റ് നമുക്ക് പുറത്ത് മലയാളത്തിലും ഇംഗ്ലീഷിലും കിട്ടും. നമുക്ക് എന്തൊക്കെയാണ് പുതിയ ബഡ്ജറ്റിൻ്റെ വിസ്മയങ്ങളെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഒരുപാട് പുതിയ പ്രോജക്റ്റിനെ കുറിച്ച്, പുതിയ കേരളത്തെക്കുറിച്ച്, അത് കൊച്ചുകുട്ടികൾ മുതൽ സീനിയർ സിറ്റിസൺ വരെ ഉള്ളവർക്കുള്ള വലിയ മാറ്റമുണ്ടാകുന്ന പുതിയ ബഡ്ജറ്റായിരിക്കും പറയുക എന്നാണ് മനസ്സിലാക്കുന്നത്. സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്ത് അത് വേറൊരു വിപ്ലവത്തിലേക്ക് പോയി, വയോജനങ്ങൾക്ക് വകുപ്പുണ്ടാക്കി, അങ്ങനെ വളരെ വ്യത്യസ്തമായ വളരെ 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 രസകരമായ ഒരു നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് കൺസെപ്റ്റിലുള്ള ഒരുപാട് പ്രവർത്തനം നടക്കുന്നു. ഇത് ഡെമോക്രാറ്റിക് കൂടി ആവേണ്ടതുണ്ട്. അപ്പോൾ ജനാധിപത്യവും സോഷ്യലിസവും പിന്നെ മതേതരത്വവും ഒക്കെ വരുന്ന ഭരണഘടന പറയുന്ന മൂല്യങ്ങളെ അധിഷ്ഠിതമായ ഒരു സദ്ഭരണമാണ് മലയാളി ആഗ്രഹിക്കുന്നത്. ആ സദ്ഭരണത്തിൽ എല്ലാ വിഭാഗക്കാരെയും തൃപ്തിപ്പെടുത്തണം. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ സർക്കാരിൽ നിന്ന് എത്ര കൊടുത്താലും തൃപ്തിപ്പെടാത്തവരാണ് എല്ലാ വിഭാഗം ആളുകളും. അത് ശരിയാണ്. കാരണം സർക്കാർ എന്ന് പറഞ്ഞാൽ പണം കായ്ക്കുന്ന മരമാണെന്നും അവിടെ നിന്ന് എത്ര കുലുക്കിയെടുത്താലും കുഴപ്പമില്ലാതെ ചിന്തിക്കുന്ന വർഗമാണ് മഹാഭൂരിപക്ഷം, ഞാൻ ഉൾപ്പെടെ. പക്ഷെ അതല്ല, സർക്കാർ സേവനം നടത്തുന്നവർക്ക്
നല്ല വേതനവും നല്ല സന്തുഷ്ടിയും സമാധാനവും കൊടുക്കണം. അതെല്ലാ വിഭാഗം ജനങ്ങൾക്കും കൊടുക്കണം. അതാണ് ഒരു സന്തോഷ കേരളം, ആനന്ദ കേരളം. അതിലേക്കുള്ള യാത്രയാണ് കേരള സർക്കാർ തീരുമാനിക്കുന്നതെന്ന് അറിയുന്നു. എന്തായാലും ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ 2% DA, ജനുവരിയിലെ DA മുൻകാല പ്രാബല്യത്തോടുകൂടി അനുവദിക്കാനും ബാക്കി DA DR എന്ന് പറയുമ്പോൾ DR ഉണ്ട്, ബാക്കി വരുന്ന DA DR നേരത്തെ ഉള്ളതെല്ലാം ഒന്ന് ക്രമപ്പെടുത്താനും അത് PF ലയിപ്പിക്കുക, അതുപോലെ തന്നെ DRകാർക്ക് പെൻഷൻകാർക്ക് നേരിട്ട് പൈസ കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും അതുപോലെ തന്നെ അഷ്യൂർഡ് പെൻഷൻ്റെ കാര്യത്തിലും മെഡിസെപ്പിൻ്റെ കാര്യത്തിലുമൊക്കെ വളരെ കൃത്യമായ ചില നിലപാടുകൾ, ജനപക്ഷ നിലപാടുകൾ വരാനാണ് എല്ലാ സാധ്യതയും. അങ്ങനെയാണെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥരുടെ കയ്യടി ഈ ഗവൺമെൻറ് ഏറ്റുവാങ്ങും. തീർച്ചയായും അതിനുള്ള എല്ലാ സാധ്യതയുമാണ് വിസ്മയ ബഡ്ജറ്റിൽ CDSൽ VD സതീശൻ്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ മുതൽ വിസിറ്റേഴ്സിനെ പോലും സന്ദർശകരെ പോലും അനുവദിക്കാതെ വളരെ കൃത്യമായി ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിൻ്റെ പ്രിപ്പറേഷനിലാണ് മുഖ്യമന്ത്രിയും ധനകാര്യ സംഘവും.